ചെറുപ്പമായതുകൊണ്ട് നല്ല അഗ്രസീവായി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, രാവും പകലൊക്കെ നമുക്ക് വേണ്ടി ഓടിക്കാം. 10:30 ആകുമ്പോഴത്തേക്ക് എന്താ എത്താത്തെന്നും ചോദിച്ചിട്ട് ആരും വിളിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോ നമുക്ക് വേണ്ടി കാര്യങ്ങളിൽ ഇടപെടാനും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അപ്പൊ അദ്ദേഹത്തെ, അയാളെ, നമ്മുടെ മകനെ, നമ്മുടെ അനിയനെ, കുട്ടികളുടെ ഏട്ടനെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണേ എന്ന് നിങ്ങളുടെ പഴയ MLA എന്നുള്ള നിലക്ക് ഞാനും കൂടെ ഇവിടെ വന്ന് അഭ്യർത്ഥിക്കുക. MLA സ്ഥാനത്ത് നിന്ന് MP സ്ഥാനത്തേക്ക് മാറി ഇനിയിപ്പോ നാളെ ചിലപ്പോ ആ സ്ഥാനം ഉണ്ടായി എന്ന് വരും, ചിലപ്പോ ഉണ്ടായില്ല എന്ന് വരും. പക്ഷെ പാലക്കാടിന്റെ പഴയ MLA എന്നുള്ള സ്ഥാനം ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ പുതിയ ആള് വന്ന് ജയിച്ച് ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോ ഒരു കാര്യം എനിക്ക് പറയാണ്ട്, ഇടയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറയണ അയാളോട് കേട്ടോ. പറയോ? ഞങ്ങളുടെ പഴയ ആളെ ഒന്ന് വിളിച്ചിട്ട് വാ മകനെ എന്ന് പറയോ? അത് പറയണം. എന്നാലേ എനിക്കൊരു വെയിറ്റേ ഉള്ളൂ. അപ്പോഴേ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനോ നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവാനോ എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ ഭാഗമാവാനോ ഇനി ഒരു പദവിയുടെയും ആവശ്യമില്ല എന്നുള്ളത് പാലക്കാടുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വടകരയിൽ പോയത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. മുരളിയേട്ടൻ തൃശ്ശൂരിലേക്ക് പാർട്ടി BJPക്ക് അതിലൊരു വലിയ ഫൈറ്റ് നടത്തേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ആ റിസ്ക് എടുത്തിട്ട് അദ്ദേഹം തൃശ്ശൂരിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് പാലക്കാട് നിന്ന് വടകരയിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്. എനിക്കറിയില്ലായിരുന്നു ഞാൻ പാർലമെന്റ് മത്സരിക്കേണ്ടി വരും. ഞാൻ സത്യം പറഞ്ഞ ഇന്നേ വരെ പാർലമെന്റിന്റെ ഗാലറി പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പാർലമെന്റിന്റെ പുറത്തൊക്കെ കെട്ടിടം കാണുകയെന്നല്ലാതെ അതിന്റെ ഗാലറി പോലും കണ്ടിട്ടുണ്ടായിരുന്ന ഒരാളല്ല. ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെങ്കോട്ടയോ കുതുബ് മിനാറോ ഒന്നും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഡൽഹി രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമൊന്നും അങ്ങനെ എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. എനിക്ക് പറ്റാവുന്നിടത്തോളം കാലം നിങ്ങൾക്കും അടുക്കുന്നവരെ നിങ്ങളുടെ കൂടെ പാർട്ടി മറ്റൊരു തീരുമാനം പറയുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ നിലക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് എന്നോട് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പാർലമെന്റിലേക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ദിവസം പോലും പാലക്കാട് നിന്ന് വിട്ടു നിൽക്കാൻ മടിക്കുന്ന ഒരു MP ഉള്ള സ്ഥലമാണ് പാലക്കാട്. അതാണ് VK ശ്രീകണ്ഠൻ MP എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു, VK ശ്രീകണ്ഠൻ MP അവിടെ അല്ല മത്സരിക്കുന്നത് വടകരയിലാണ് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ ആദ്യം അതിന്റെ ഒരു പ്രയാസമൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പാർട്ടി രാജ്യത്ത് തന്നെ ഒരു തിരിച്ചുവരവിന് വേണ്ടി, ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുമ്പോൾ മത്സരിക്കാൻ നമ്മുടെ പാർട്ടി പറയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ വേറെ പാർട്ടി പോവാൻ അവസാന ശ്വാസം വരെ തോന്നില്ല എന്നുള്ളത് കൊണ്ട് ആ കാര്യം നമ്മൾ അനുസരിക്കുക എന്നുള്ള. കാരണം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതും പാർട്ടി തന്നെയാണല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോ അതനുസരിച്ചു. ഞാൻ അവിടെ പോയി വടകരക്കാരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ ഞാൻ കാണുന്ന ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ ഞാൻ എന്റെ ഉയരം കൊണ്ട് കാണുന്നതല്ല. ആ കാഴ്ചകൾ പാലക്കാട്ടുകാർ അവരുടെ തോളിലിരുത്തി എന്നെ കാണിച്ചു തന്നതാണ് എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പലയിടങ്ങളിലും പ്രചരണത്തിന് അവിടെ രാത്രി 2 മണിക്കും 3 മണിക്കും 3:30ക്കും 4:30ക്കും ചില ദിവസം പ്രചരണം അവസാനിച്ചത് രാവിലെ 5:15 രാവിലെ 7:30-8 മണിക്ക് തുടങ്ങിയിട്ട് പുലർച്ചെ 5:15 അവസാനിക്കുക. എന്നിട്ട് ഞാൻ റൂമിലെത്തുമ്പോൾ ചിലപ്പോൾ 5:45-6 മണിയാവും. ഞാൻ എന്നിട്ട് 7 മണി വരെ ഉറങ്ങുള്ളൂ. 7:30 ആകുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടും. അപ്പൊ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണ് എന്നുള്ളത് അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ചാനലേരൊക്കെ തോൽക്കും എന്നൊക്കെ പറഞ്ഞു. സർവേ വന്ന് എല്ലാ ചാനലും ഞാൻ തോൽക്കും എന്ന് പറഞ്ഞു. പക്ഷെ 1,14,506 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വടകരയിലെ പ്രിയപ്പെട്ടവർ എന്നെ പാർലമെന്റിലേക്ക് അയച്ചത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.